ആംബുലൻസ് ഓടിക്കാൻ ബാഡ്ജ് നേടിയ സംസ്ഥാനത്തെ ആദ്യ വനിതയായ പട്ടുവം DSS അംഗമായ സിസ്റ്റർ ഫ്രാൻസിസ് അന്തരിച്ചു. 1975 സിസ്റ്റർ ഫ്രാൻസിസ് ഡ്രൈവിംഗ് ലൈസൻസ് നേടിയത്. ദീനസേവന സഭ സംരക്ഷിക്കുന്ന കുട്ടികളെയും അശരണരെയും ആശുപത്രികളിലെത്തിക്കാൻ അന്ന് DCSന് ആംബുലൻസ് ഉണ്ടായിരുന്നു. ദൈവം ഏൽപ്പിച്ച ദൗത്യം ധീരതയോടെ ചെയ്ത സിസ്റ്റർ ഫ്രാൻസിസിനെ ഓർത്തെടുക്കുകയാണ് സഹസന്യാസിനികൾ. എൻ്റെ പേര് സിസ്റ്റർ അജയ. ഞാൻ സെൻറ്റ് ആഞ്ചല കമ്മ്യൂണിറ്റിയുടെ സുപ്പീരിയറാണ്. സിസ്റ്റർ ഏകദേശം 3 വർഷമായിട്ട് സിസ്റ്റർ ഫ്രാൻസിസ് ഇവിടെയായിരുന്നു വാർദ്ധക്യവും അസുഖമൊക്കെ ആയിട്ട് റെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, സിസ്റ്റർ ഇത്ര കാര്യമായിട്ട് ജോലി ചെയ്യുകയും സിസ്റ്ററിൻ്റെ ഡ്രൈവിങ്ങും ഇത്രയും ധീരവനിത, ഞങ്ങളൊരു ധീരവനിതയായിട്ട് തന്നെ സിസ്റ്ററിനെ കണ്ടുകൊണ്ടിരുന്നത്. ഇത്രയും ധീരവനിത ഇത്ര ശാന്തമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നല്ലോ എന്ന് പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിരുന്ന കാലത്ത് സിസ്റ്റർ പ്രാർത്ഥനയിലും എങ്കിൽ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ, അല്ലെങ്കിൽ അല്പം വെള്ളം എടുത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ അവരൊരു പാത്രം കഴുകാൻ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സിസ്റ്റർ ചെയ്ത് വളരെ ശാന്തമായിട്ടാണ് ഇവിടെ ജീവിച്ചത്. സിസ്റ്ററിന് ക്യാൻസറായിരുന്നു. അവസാനം 6 മാസക്കാലം സിസ്റ്റർ നല്ല റെസ്റ്റിലായിരുന്നു. അവസാനം 3 മാസം കംപ്ലീറ്റ് ബെഡ് റിട്ടനായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ വളരെ ശാന്തമായിട്ട് നമ്മൾ വിളിച്ചാൽ എന്തോന്നാണ് സിസ്റ്റർ വിളി കേൾക്കുള്ളൂ. ചിലപ്പോൾ സംസാരിക്കാൻ സാധിക്കാതിരിക്കും, എങ്കിലും കണ്ണ് തുറന്ന് ചിരിച്ച് സന്തോഷമായിട്ട് സിസ്റ്ററിൻ്റെ അവസാന കാലങ്ങളിലും പ്രത്യേകിച്ച് മരിക്കുന്ന സമയത്തും ഞാനുണ്ടായിരുന്നു. വളരെ ശാന്തമായിട്ട് കർത്താവിൽ നിദ്ര പ്രാപിച്ച് അങ്ങനെ ഒരു ശാന്തത, ആദ്യം ഉണ്ടായിരുന്ന ആ ധീരതയും ആ സേവന സന്നദ്ധതയും എല്ലാം അങ്ങോട്ട് കഴിഞ്ഞ് ശാന്തമായൊരു ജീവിതം നയിച്ച് സിസ്റ്റർ ദൈവത്തിങ്കിലേക്ക് പോയി. ഫ്രാൻസിസ് സിസ്റ്ററിൻ്റെ 2 വർഷം ജൂനിയറായിരുന്നു ഞാൻ. അപ്പോൾ സിസ്റ്റർ പക്ഷെ ഞങ്ങളിവിടെ വരുമ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ഞങ്ങളെ ഒരു മൂത്ത ചേച്ചി എന്നുള്ള നിലയ്ക്ക് കൊണ്ടു നടക്കുകയും എല്ലാ കാര്യവും പരിചയപ്പെടുത്തി തരുകയും പിന്നെ എങ്ങനെയാണ് ഈ ജീവിതത്തെക്കുറിച്ചൊക്കെ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരുകയൊക്കെ ചെയ്യുമായിരുന്നു സിസ്റ്റർ. അപ്പം ഏറ്റവും ഹൃദ്യമായിരുന്നു സിസ്റ്ററുമായിട്ടുള്ള ബന്ധം. അത് അന്ന് ആരംഭിച്ചത് 1971 ഞാൻ ഈ കോൺവെൻറ്റ് ചേരുന്നത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ മരിക്കുന്ന തീർത്തും അൺകോൺഷ്യസ് ആകുന്ന നിമിഷം വരെയും അതേപോലെ ഹൃദ്യമായിരുന്നു സിസ്റ്ററുമായിട്ടുള്ള ബന്ധം. ഏറ്റവും കൂടുതൽ ഓർക്കുന്ന സംഭവം ഈ ലെപ്രസി പേഷ്യൻസിൻ്റെ അടുത്തേക്കൊക്കെ സിസ്റ്റർ ഇവിടുന്ന് പോകും. അപ്പോൾ സിസ്റ്റർ വളരെ അവിടെ ചെന്നാൽ ഡ്രൈവറല്ല പുള്ളി, അവിടെ ചെന്നാൽ അവരുടെ കൂട്ടത്തിൽ ആ പേഷ്യൻസിനെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ സിസ്റ്റർ വളരെ കാര്യമായിട്ടുമായിരുന്നു. അതുപോലെ രോഗികളോടൊക്കെ പെരുമാറ്റത്തിൽ ഏറ്റവും ഹൃദ്യമായിരുന്നു സിസ്റ്ററിൻ്റെ ബന്ധം. പിന്നെ നമ്മളൊക്കെ എവിടെയെങ്കിലും കുറച്ച് ദിവസമൊക്കെ നമ്മളെ കാണാതൊക്കെ ഇരുന്നത് കാണുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണെങ്കിലും ഒരു എന്താ പറയുക, ഒരു ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ഒരു ബന്ധം സിസ്റ്റർ എന്നും കാത്തു സൂക്ഷിച്ചിരുന്നു. സിസ്റ്റർ വിശുദ്ധ കുർബാന മുടക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു എപ്പോഴും. പിന്നെ ഏതെങ്കിലും തരത്തിൽ ഈ സമൂഹത്തിൻ്റെ അർജൻറ്റായിട്ടുള്ള കാര്യത്തിന് ചിലപ്പോൾ വണ്ടി നേരത്തെ എടുക്കേണ്ട ആവശ്യം വരും സിസ്റ്ററിന്. അങ്ങനെ പോവുകയാണെങ്കിൽ നേരത്തെ കമ്മ്യൂണിയൻ സർവീസ് നടത്തി ദിവ്യകാരുണ്യം സ്വീകരിച്ചിട്ടാണ് സിസ്റ്റർ പോയിക്കൊണ്ടിരുന്നത്. അപ്പം എവിടെ പോയാലും ആ ദിവ്യകാരുണ്യ ഭക്തി ഇപ്പോൾ എവിടെയെങ്കിലും നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പള്ളിയുടെ അടുത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെയാണെങ്കിലും ഇറങ്ങി ദിവ്യകാരുണ്യ സന്നിധി ചെന്ന്, പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുള്ള നമ്മുടെ ഈ ചാപ്പലിൽ, ഇവിടുത്തെ ചാപ്പലിൽ ദിവ്യകാരുണ്യ സന്നിധി ഇറങ്ങി പോകാൻ നേരത്ത് ഈശോയുടെ അടുത്ത് ടബർനാക്കിളിൻ്റെ അടുത്ത് ചെന്ന് ഒരു വാക്ക് പറഞ്ഞ് ഈശോയോട് പറഞ്ഞ്, ഈശോയെ അന്ന് ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞേ, ഞാൻ ഈശോയുടെ എൻ്റെ കൂടെ വരാനാണ് പറഞ്ഞത്, ഞാൻ കൂട്ടിക്കൊണ്ടാ പോണേന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു ഈശോ കൂടെ എന്നുള്ളൊരു ബന്ധം സിസ്റ്ററിന് എപ്പോഴും ഉണ്ടായിരുന്നു. സിസ്റ്ററിൻ്റെ വിയോഗം സഭയ്ക്ക് നഷ്ടമാണ്. അതേസമയം തന്നെ ഒരുപാട് സഹനത്തിൻ്റെ പാതയിലൂടെ സിസ്റ്റർ കടന്നുപോയി. ക്യാൻസറൊക്കെ കൂടിയപ്പോഴത്തേക്ക് അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു, ദൈവം എന്താണെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നഷ്ടമെന്ന് പറഞ്ഞാലും ഞാനിപ്പോഴും വിചാരിക്കുക സ്വർഗത്തിൽ ഞങ്ങൾക്കൊരു മധ്യസ്ഥം കൂടിയെന്ന്.
എൻ്റെ പേര് സിസ്റ്റർ ധ്യാന. സിസ്റ്റർ ഫ്രാൻസിസിൻ്റെ ഒപ്പം ഞാനും ഒന്നിച്ച് സ്വന്തം ഒരു വീട്ടിലെ അംഗത്തെ പോലെ ഒന്നിച്ച് ജീവിച്ചവരാണ്. സിസ്റ്റർ എനിക്ക് മുമ്പേ ഡ്രൈവറായിരുന്നു, ഞാൻ അതിന് ശേഷം ഒന്നിച്ചൊക്കെ വണ്ടി ഓടിച്ചിരുന്ന സിസ്റ്ററാണ്. സിസ്റ്ററിനെക്കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ, ഞാൻ സഭയിൽ ചേരുന്ന 1 വർഷം മുമ്പ് സീനിയറാണ് സിസ്റ്റർ. പക്ഷേ ഞാനും സിസ്റ്ററും തമ്മിലുമായിട്ടുള്ള ആ സ്നേഹബന്ധം ഒരു സ്വന്തം സഹോദരങ്ങളെ പോലെ ഞങ്ങൾ ജീവിച്ചു. എന്തിനും സഹായിക്കുവാനും എന്ത് കാര്യങ്ങളും തിരുത്തി തരുവാനും പറയാനുമൊക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. സഭ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു മഹേന്ദ്ര ജീപ്പ് ഉണ്ടായിരുന്നു. ആ ജീപ്പിൽ ഡ്രൈവറായിട്ടാണ് സിസ്റ്റർ ആദ്യം എവിടെ പോകണമെങ്കിലും, പ്രത്യേകിച്ച് ഞാൻ ലെപ്രസി ഫീൽഡിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ഒത്തിരി കഷ്ടമുള്ള റോഡുകൾ, അന്ന് ഈ ടാർ റോഡുകളൊന്നുമില്ല, ഉരുളം കല്ലുകളുള്ള റോഡിൽ കൂടിയൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. ആ സമയത്തെല്ലാം യാത്ര ചെയ്യുമ്പോൾ സിസ്റ്റർ ഞങ്ങളൊരു 8-10 പേര് കാണും സ്കൂൾ സർവേയിലും വില്ലേജുകളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ആ സമയത്തൊക്കെ സിസ്റ്റർ പറയും, സാധനം നിങ്ങൾ പിടിച്ചിരുന്നോ, ഞാൻ വലിയ കുന്നും മലകളിൽ അറബിയുടെ സ്ഥലത്തൊക്കെയാണ് ഇരുട്ടി കൂട്ടുപുഴ ആ സ്ഥലങ്ങളിൽ കുന്നും മലകളിൽ കൂടിയൊക്കെ പോകുമ്പോഴും ഉരുളും കല്ലിൻ്റെ മേലെ കൂടി പോകും ഞങ്ങൾ പേടിച്ചിട്ട് പറയും, സിസ്റ്റർ ഞങ്ങൾ താഴെ ഇറങ്ങാം, വേണ്ട നിങ്ങൾ ഇരുന്നോ, ദൈവം നമ്മുടെ കൂടെയുണ്ട്, ഈശോ നമ്മളെ കൈവെടിയല്ല. അങ്ങനെ ധൈര്യത്തോടു കൂടി സിസ്റ്ററിൻ്റെ ആ ഓട്ടം കാണുമ്പോൾ തന്നെ ഓർക്കും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പോകുന്ന ആ ശക്തി സിസ്റ്ററിൽ എപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഞങ്ങൾക്കൊരു ഭയം തോന്നിയിട്ടില്ല സിസ്റ്ററിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ. അത്ര കൂളായിട്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നത് പോലെ സിസ്റ്റർ നല്ല സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു രംഗങ്ങളാണ് എനിക്ക് അനുഭവപ്പെടാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ ദൈവത്തിൻ്റെ കരം എപ്പോഴും സിസ്റ്ററിൽ ആ സ്റ്റിയറിങ്ങിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. സിസ്റ്റർ ആദ്യമായിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഞങ്ങൾ ചുറ്റും നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഞങ്ങൾ വെറുതെ കളിയാക്കി പറയുമായിരുന്നു, 4 വീലും അവിടെ ഉണ്ട് സിസ്റ്ററെ എന്ന് പറയുമായിരുന്നു സിസ്റ്ററിനോട്. പക്ഷേ സിസ്റ്റർ എപ്പോഴും പറയും, നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് തന്നെ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം, വണ്ടി ഓടിക്കുന്നതിന് മുമ്പുള്ള പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന്. വണ്ടിയിൽ വെള്ളമുണ്ട്, അന്ന് മഹീന്ദ്ര ജീപ്പൊക്കെ ആണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് വേണമായിരുന്നു. അപ്പോൾ റേഡിയേറ്ററിൽ വെള്ളമുണ്ടോ എന്ന് നോക്കണം, അതുപോലെ വീൽ എന്തെങ്കിലും പഞ്ചറാണോ എന്ന് നോക്കണം, സ്റ്റിയറിംഗ് ബാലൻസ് ശരിയാണോ, അല്ലെ ബ്രേക്ക് ഉണ്ടോ, അതൊക്കെ പയ്യൊന്ന് ചവിട്ടി എല്ലാം നോക്കണം. അങ്ങനെ എല്ലാം നന്നായി നോക്കി ഇതിന് ശേഷം മാത്രമേ, കാരണം കൂടെയുള്ളവരുടെ രക്ഷയും കൂടെ നോക്കി പുള്ളി എപ്പോഴും വണ്ടി കരുതലോടെയാണ് വണ്ടി എടുത്തുകൊണ്ടിരുന്നത്. സിസ്റ്റർ ഈ ആംബുലൻസ് എടുക്കുമ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നത്, രോഗികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ആംബുലൻസ് വാങ്ങിയത്. അങ്ങനെ മുതലപ്പാറയിൽ നിന്നും അല്ലെങ്കിൽ ഓർഫനേജിൽ നിന്നും കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അവരുടെ കൂടെ സിസ്റ്ററിൻ്റെ കൂടെ ഞാൻ പോയിട്ടുണ്ട്. എത്ര സ്പീഡിൽ പോയാലും സിസ്റ്റർ ആ രോഗികളെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കണം എന്നുള്ള വലിയ മനസ്സോട് കൂടിയിട്ട്, അതൊന്നും നമ്മൾ ഇന്നത്തെ പോലെ ഒത്തിരി ട്രാഫിക്കൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോവുകയും വളരെ താല്പര്യത്തോടുകൂടി അവർക്ക് അല്പമെങ്കിലും ജീവൻ കിട്ടണം, അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടറെ അടുത്ത് എത്തിക്കണം എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാനും അതിനുള്ള ധൈര്യവും സിസ്റ്ററിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ധൈര്യമൊക്കെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ദൈവത്തിൻ്റെ കരം സിസ്റ്ററിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സിസ്റ്ററിന് അങ്ങനെയുള്ള ഈ 60 വയസ്സ് വരെ സിസ്റ്റർ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അതും ആദ്യം തുടങ്ങിയതുപോലെ തന്നെ ഈ 60 വയസ്സായിട്ടും നല്ല മനസ്സോടും നല്ല ധൈര്യത്തോടും കൂടിയാണ് സിസ്റ്റർ അന്ന് ആംബുലൻസ് എല്ലാം ഓടിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഫൗണ്ടേഴ്സിൻ്റെ ആ ഒരു ധൈര്യമാണ് ഞങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ് ഞങ്ങൾ ഈ സിസ്റ്റേഴ്സ് ഇങ്ങനെയൊക്കെ വണ്ടി ഓടിക്കുവാനായിട്ട് സാധിച്ചതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ജർമ്മൻകാരിയായ ഞങ്ങളുടെ ഫൗണ്ടേഴ്സ് ഏത് ജോലിയും ആണുങ്ങൾക്കല്ല പെണ്ണുങ്ങൾക്കും ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഉറപ്പ് തന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ സിസ്റ്റർ ഫ്രാൻസിസും അതുപോലെ മറ്റുള്ള സിസ്റ്റേഴ്സൊക്കെ നന്നായിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കാനായിട്ട് സാധിച്ചത്. കാരണം രാത്രിയിലായിരിക്കും, അന്ന് ഇന്നത്തെ കാലത്തെ പോലെ പേടിക്കേണ്ട ഒരു സംഭവങ്ങളുമില്ല. രാത്രിയിലാണ് യാത്ര ആരംഭിക്കുക. ഇവിടുന്ന് ആന്ധ്രയിലേക്ക് പോയിട്ടുണ്ട്, അതുപോലെ ബാംഗ്ലൂർ, തിരുവനന്തപുരം, ഇവിടെയെല്ലാം സിസ്റ്റേഴ്സ് തന്നെ യാത്ര ചെയ്ത് മദറിനെ കൊണ്ടുപോവുക അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനെ കൂടെ കൊണ്ടുപോവുക, അതെല്ലാം ചെയ്തിരുന്നത്. അത്ര ദൂരമാണെങ്കിൽ യാതൊരു ക്ഷീണവുമില്ലാതെ യാതൊരുവിധ അപകടങ്ങളും ഇല്ലാതെ ദൈവം സിസ്റ്ററിനെ കാത്ത് രക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ യാത്ര ചെയ്യുമായിരുന്നു സിസ്റ്റർ ഫ്രാൻസിസും മറ്റ് സിസ്റ്റർമാരും. സിസ്റ്റർ എപ്പോഴും പറയുന്നത്, വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ എവിടെ പോകാൻ ആഗ്രഹിക്കുന്നു ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ നമുക്കൊരു ഭയം ഉണ്ടാകാൻ പാടില്ല, ധൈര്യമുണ്ടായിരിക്കണം. ഏറ്റവും ആദ്യം പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയുടെ ബലത്തിൽ ആ ധൈര്യം നമുക്ക് കിട്ടിക്കൊള്ളും. അങ്ങനെ നമുക്ക് ധൈര്യത്തോടു കൂടി തന്നെ മുമ്പോട്ട് പോകണം. എന്തെങ്കിലും ധൈര്യമില്ല പെട്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അല്പസമയം നമ്മൾ വിശ്രമിക്കുക. അല്പം സമയം വിശ്രമിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് വീണ്ടും നമ്മൾ മുമ്പോട്ട് പോയിക്കൊള്ളുക. ചിലപ്പം നമുക്ക് ഓടിച്ച് ക്ഷീണം വരുമ്പോഴായിരിക്കും നമുക്കൊരു ഇത് തോന്നുന്നത്. ആ സമയങ്ങളിൽ അല്പനേരം വിശ്രമിക്കുക, ഒന്ന് റിലാക്സ് ആവുക.
അതിനുശേഷം വീണ്ടും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് ധൈര്യമായിട്ട് പോവുക എന്ന് സിസ്റ്റർ എപ്പോഴും പറയുമായിരുന്നു. പിന്നെ ആംബുലൻസിലാണ് പോകുന്നത്, അപ്പോൾ എമർജൻസി ആയിരിക്കുകയല്ല, അല്ലെങ്കിൽ എമർജൻസിയുടെ സമയത്തൊക്കെ ചെല്ലുമ്പോൾ തന്നെ ആ സിഗ്നലിൽ സിസ്റ്റർ ഒന്ന് കൈ കാണിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, അവർ പെട്ടെന്ന് അടുത്ത് വരുന്നു, വേറെ സിസ്റ്ററിനെ കടത്തി വിടുന്നു. ആ ഒരു അനുഭവം കാരണം പുള്ളിക്ക് എന്നിട്ട് അവരോടൊരു നന്ദി പറയുന്നു. തിരിച്ചു വരുമ്പോൾ അവരെ കാണുന്നു, ഒരു വാക്ക് നന്ദി നിർത്തിയിട്ട് നന്ദി പറയുന്നു. അങ്ങനെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം കൊണ്ട് തന്നെ സിസ്റ്റർ മറ്റുള്ളവരാൽ ഒത്തിരി സ്നേഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു എന്ന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. ഈ മരണസമയത്ത് മരണാസന്നയായി കിടക്കുന്ന സമയത്തും ഞാൻ സിസ്റ്ററിനെ ഓർമ്മിക്കുന്നൊരു കാര്യം അതാണ്. ആരോടും നല്ലൊരു പെരുമാറ്റവും നല്ലൊരു കരുതലും പുള്ളിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒത്തിരി ഒരു സങ്കടം തോന്നുന്നതാണ്. കാരണം സഭയ്ക്ക് വേണ്ടി ഒത്തിരി, സമൂഹത്തിന് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, കാരണം എനിക്ക് തോന്നുന്നത് മാതർ പേത്രയുടെ കൂടെ ജീവിച്ചത് കൊണ്ട് ആ തനിമയും ആ അരൂപിയും ഒക്കെ സിസ്റ്ററിന് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം സിസ്റ്റർ വിട്ടുപോയപ്പോൾ ഒത്തിരി സങ്കടം തോന്നി. ഒരു കണക്കിന് പറഞ്ഞാൽ സിസ്റ്റർ ഈ സഭയിൽ നിന്നും രോഗാവസ്ഥയിലായിരുന്നു, കുറേ സഹനങ്ങൾ ഏറ്റുവാങ്ങിയതിന് ശേഷമാണ് പോയിരിക്കുന്നത്. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒരു മധ്യസ്ഥം യാചിക്കുവാൻ ഒരാൾ കൂടി സ്വർഗത്തിലെത്തി എന്നുള്ളതൊരു സന്തോഷം കൂടിയാണ് ഞങ്ങൾക്ക്.